ഇതൊരു ഹിസ്റ്റോറിക്കൽ കരാറാണ്. അതായത് പാകിസ്ഥാൻ്റെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നത് സൗദിയെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയായിരിക്കും. ഓക്കെ, ആരെങ്കിലും സൗദിയെ അറ്റാക്ക് ചെയ്യുന്നത് പാകിസ്ഥാനെ പോലെയായിരിക്കും. ഇതിന് ജിയോ പൊളിറ്റിക്സിലും പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലും മുസ്ലിം ഇൻഡിവിജ്വൽസിൻ്റെ ഇടയ്ക്ക് അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം സൗദി പറയുന്നത് പാകിസ്ഥാനും ഒരു ഹോളി നേഷനാണ്. അതാണ് അതിൻ്റെ അകത്ത്. കാരണം അവരെ അറ്റാക്ക് ചെയ്ത സൗദി ഇടപെടും, സൗദി അറ്റാക്ക് ചെയ്തതുപോലെ. ഇതാണ് ഇൻ ബിറ്റ്വീൻ നരേറ്റീവ് എന്ന് പറയാം. അതിന് പ്രാധാന്യമുണ്ട്. അപ്പം 2019 നമ്മൾ ഈ പറയുന്ന അബ്രഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370, അതായത് കാശ്മീർ ഇഷ്യൂ എടുത്തു കളഞ്ഞു കഴിഞ്ഞപ്പോഴും സൗദി എന്ന് പറയുന്ന രാജ്യം കംപ്ലീറ്റ് ന്യൂട്രൽ രാജ്യമാണ്. അവർ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നില്ല, പാകിസ്ഥാനെയും പിന്തുണയ്ക്കത്തില്ല. പക്ഷേ ഇന്ത്യയുമായിട്ട് എനർജി, അതായത് ക്രൂഡിൻ്റെ ബിസിനസ്സുണ്ട്. പക്ഷേ ഈ സൗദി എന്ന് പറയുന്ന 100% അമേരിക്ക എന്ത് പറയുന്നു അത് കേൾക്കുന്നത് രാജ്യം കൂടാണ്. കാരണം രാജഭരണ സംഭവങ്ങളും ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനൊരു പശ്ചാത്തലത്തിലാണ് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും പല സംഭവങ്ങളുണ്ട്. അമേരിക്കയുമായിട്ട് ഇന്ത്യയുടെ ഇഷ്യൂ, ട്രംപുമായിട്ടുള്ള ഇഷ്യൂ. കാരണം ഇത് നമ്മൾ ഈ ഫ്രണ്ട് എന്ന് പറയുന്നതെല്ലാം നല്ലപോലെ അകന്നിരിക്കുക, ഇനി അടുക്കാൻ സമയമെടുക്കും.